Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ, നിന്റെ ഫാം ഹൗസിൽ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാ തോന്നുന്നത്. അതെ അതെ ശിവ, നീയും ഡാൻസ് ചെയ്യേ വേഗം. ഏയ് എനിക്ക് ശരിക്കും അടിച്ചു പൊളിക്കണം നമ്മള്. അതെ, എനിക്കെന്താ പെട്ടെന്ന് ഒരു ചൂട് തോന്നുന്നത് പോലെ. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ പുറകെ തീ പിടിച്ചിരിക്കുകയാണ്. വേഗം വെള്ളം ഒഴിക്കാൻ. താങ്ക് യു വെരി മച്ച്. നമുക്കൊന്ന് പോയി നോക്കാം. കുറെ ദിവസമായിട്ട് ഇപ്പൊ ഗ്രാമത്തില് കോഴികളുടെ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരാള് കോഴിയെ മോഷ്ടിച്ചോണ്ട് പോകുന്നു. ഓഹോ, കോഴികളുള്ളത് കൊണ്ട് ഓടാൻ പറ്റില്ല. എന്തായാലും ഈ ഭാഗത്തോട്ട് പോവാം. അതെ, ഒന്ന് നിർത്ത്. അതെ, എന്നെ ആരെങ്കിലും ഒന്ന് സൈക്കിളിൽ കൂട്ടിക്കൊണ്ട് പോ. മോഷ്ടാക്കളെ, മര്യാദക്ക് മോഷ്ടിച്ച സാധനങ്ങൾ തരൂ. കുട്ടി, മര്യാദക്ക് പോകാൻ നോക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി ഞങ്ങളെ തല്ലല്ലേ. എന്തിനാ ഞങ്ങൾ ഇങ്ങനെയിട്ട് തല്ലുന്നേ? ഞങ്ങള് സത്യ പറയുന്നേ. നിങ്ങളുടെ ഒന്നും ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളെ കോഴികളുടെ കാര്യമാണ് പറഞ്ഞേ. മോഷ്ടിച്ച കോഴി മര്യാദക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നേ. കോഴിയൊക്കെ കറി വെച്ച് കഴിഞ്ഞല്ലോ. എന്ത്? ഞങ്ങളുടെ കോഴി മോഷ്ടിച്ചു കൊണ്ടിട്ട് നിങ്ങൾ തിന്നോ? ഞങ്ങളെ കോഴി കാശ് കൊടുത്തോട്ട് അടിച്ചുകൊണ്ടുവന്നതാ. നിങ്ങളുടെ ഒരു കോഴി ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ കോഴികൾ ആരാ കൊണ്ടുപോയത്? ശിവ, ഇത് ശ്രദ്ധിച്ചേ, ചീറ്റയുടെ കാലടയാളം. ചെലപ്പോ രാത്രി ചീറ്റ വന്നു കാണും. 100% ഇത് ചീറ്റ തന്നെയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നേ. അല്ല, നിക്ക്. ഈ അടയാളം നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. ഈ അടയാളം കാണുമ്പോൾ തോന്നുന്നത് 2 കാല് വെച്ച് നടക്കുന്ന ആരോ ഇത് ഉണ്ടാക്കിയതാണെന്ന്. ചീറ്റയുടെ അടയാളമാണെങ്കിൽ 4 കാലിന്റെ അടയാളമാണ് കാണേണ്ടത്. ഇതൊരു മൃഗത്തിൻ്റെതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരോ വ്യാജമായിട്ട് ഉണ്ടാക്കിയ അടയാള. അതായത് നടക്കുന്ന ഷൂസിന്റെ അടിയിൽ ചീറ്റയുടെ കാലടയാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നീ പറഞ്ഞ ശരിയായിരിക്കും ശിവ. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഒളിച്ചിരുന്ന് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാനൊരു ഐഡിയ പറയാം. ആദ്യമായി കൂടി നിങ്ങൾ രണ്ടുപേരും കോഴിയായിട്ട് വേഷമിട്. അത് ശരി രേവ, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്താലും ഞങ്ങളെ വിട്ടേച്ച് നിങ്ങൾ ദൂരെ എവിടെയും പോകരുത് കേട്ടോ. എന്റെ കാലില് കോഴി വന്നിരിക്കണം. നീ വെക്ക്. നിന്റെ തലയിൽ വെക്ക്. എന്റെ തല വെക്കണം. നിന്റെ തല വേണ്ട, എന്റെ തല വേണ്ട. നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കില്ലേ? നമുക്ക് കണ്ണിനെ പിടിക്കേണ്ടതല്ലേ? ഉണ്ടാതെ ഇരിക്കേ. ഇനി ആരാ വന്നെന്ന് തോന്നുന്നു. ഓ
നോ, ഇത് ശരിക്കുള്ള ചീറ്റയാണല്ലോ വന്നിരിക്കുന്നത്. എന്റെ അമ്മ, ഇത് ശരിക്കുള്ള ചീറ്റയാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതെ, യോടി, ഓടിക്കോ. ശിവ, രക്ഷയ്ക്ക്. രമേ, ശിവ, ഓടി വാ. ശിവ, യൂടി, ചാടാൻ നോക്ക്. കോഴികള് ചാടി പറക്കുന്നത് പോലെ. എനിക്ക് ഇങ്ങനെ ചാടാനും പറ്റുന്നില്ല. ഞാൻ ചാടി പറക്കുന്നു. ഞാൻ പറക്കുന്നു പറക്കുന്നു. അല്ല, ഈ ബോൾ എവിടുന്നാ വരുന്നത്? ആ, ശിവ. ഹായ്, ശിവ വന്നല്ലോ, എന്നെ രക്ഷിച്ചു. താങ്ക് യു ശിവ. വെൽക്കം യോടി. ആദി, ഇന്നലെ നിന്റെ വീടിന്റെ പരിസരത്ത് ചീറ്റ വന്നെന്ന് കേട്ടല്ലോ. ആ ചീറ്റ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നറിയോ? അതെന്റെ കോഴികളൊക്കെ കൊണ്ടുപോവുക. ഒരു ദിവസം തന്നെ 2 സ്ഥലത്ത് ആക്രമണം നടന്നിരിക്കുന്നത്. ആ ചീറ്റയെ കൊണ്ട് വല്ലാത്ത ശല്യ. നിങ്ങൾ ഇവിടെയാ വന്നെന്നോ? നമുക്കൊന്ന് നോക്കിയാലോ, നിങ്ങളുടെ ചുറ്റുമതിലിന്റെ പുറത്ത് എന്താണ് അടയാളെന്ന്. ഇത് 2 കാല അടയാളമുള്ള ചീറ്റയാണ് വന്നിരിക്കുന്നത്. വ്യാജമായ ചീറ്റയാണ്. നമ്മളുടെ അവിടെ വന്നത് ശരിക്കുള്ള ചീറ്റയും. അപ്പൊ അതിന്റെ അർത്ഥം ഡ്യൂപ്ലിക്കേറ്റ് ചീറ്റയുണ്ടെന്നാ. ഇന്ന് രാത്രി മുഴുവനും നമുക്ക് ഗ്രാമത്തിനെ വീക്ഷിച്ചോണ്ടിരിക്കണം. അല്ല, ഇതിപ്പോ നേരെ വെളുക്കാറായല്ലോ. ഇതുവരെ കള്ളനെ കണ്ടതുമില്ല. വന്നേ, നമുക്ക് പോയി കുറച്ചു നേരം ഉറങ്ങിട്ട് വരാം. എന്റെ കോഴിയെ കൊണ്ടുവന്നേ, പിടിച്ചു. ആ ഭാഗത്തുള്ള വീട്ടിൽ നിന്നാണ് ശബ്ദം വരുന്നത്. വരൂ, പെട്ടെന്ന് തന്നെ അവിടെ പോവാം. അതെ, ഒന്ന് നിന്നേ. ഇതെന്താ ഇത്രയും വലിയ കാടാണോ? അതെ ചേട്ടായി, ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ പാമ്പിന്റെ ശല്യമൊന്നും ഇല്ലല്ലോ? എന്താ ഞാൻ പാമ്പിന്റെ അടുത്ത് തന്നെ പാമ്പിനെ കുറിച്ച് ചോദിക്കുകയാണല്ലോ. രക്ഷിക്കണേ. കുട്ടി, ആരാണ് നീ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ ഒന്നും ചെയ്യല്ലേ. നിങ്ങൾക്ക് എന്ത് ആവശ്യം വെച്ച് പറ. ഞങ്ങളുടെ കോഴികൾ എവിടെയാണെന്ന് പറയൂ. അതൊന്നും ഇവിടെ ഇല്ല പിള്ളേരെ. ഇതിനകത്താ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. വേണമെങ്കിൽ വന്ന് നോക്കേ. എന്ത് അന്വേഷിച്ചോന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതെ, ഞാൻ ഈ പോൾട്രി ഫാം തുറന്നതൊക്കെ ശരി തന്നെയാ. എന്റെ കോഴികൾക്ക് മൊത്തം സൂക്കേട് വന്ന്, അതറിയോ? എല്ലാം അങ്ങ് അവസാനിച്ചു. ഞാന് എന്റെ ഷൂയില് ഇരുമ്പ് കൊണ്ട് ചീറ്റയുടെ കാലടയാളം ഉണ്ടാക്കി കോഴികളെ മോഷ്ടിക്കുന്ന പണി അങ്ങ് തുടർന്നു. പക്ഷെ എന്തിന്? കാരണം കോഴികളെ മോഷ്ടിച്ചങ്ങ് കൂട്ടിയാൽ വീണ്ടും എനിക്കൊരു പുതിയ പോൾട്രി ഫാം തുടങ്ങാലോ.
അപ്പൊ എനിക്ക് പുതിയ കോഴികളെ കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. ചീറ്റയുടെ കാലടയാളം കണ്ടു കഴിഞ്ഞാ പിന്നെ ആരും എന്നെ സംശയിക്കില്ല. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ചീറ്റ വന്നു കൊണ്ടുപോയതാണെന്ന്. ആദി, ഗ്രാമത്തിലുള്ളവരോടൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അവരവരുടെ കോഴിയുടെ അടയാളം നോക്കി എടുത്തോണ്ട് പോവാൻ പറയൂ. വന്നേ എല്ലാരും ഒരു വരിയിൽ വന്ന് നിന്നേ. മര്യാദക്ക് നിന്നോളണം. വേഗം എല്ലാരും ഹാൻഡ്സ് അപ്പ്. കൈ പൊക്കാനാ പറഞ്ഞത്. ശിവ, ഒരു ഫോട്ടോ എടുക്ക്. ഇത് ടിവിയിൽ ഇടണം. നാട് മുഴുവനും ഇത് ആൾക്കാർ കാണണം. എങ്ങനെയാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഈ കോഴിക്കള്ളന്മാരെ കഷ്ടപ്പെട്ട് പിടിച്ചേന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.